കൂട്ടുകാരെ, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം എൻ്റെ കുട്ടികളുടെ ഒരു വെക്കേഷൻ പീരീഡാണ്. ഞങ്ങളിന്ന് വീടിൻ്റെ പരിസരം വൃത്തിയാക്കാൻ തീരുമാനിച്ചു. വീടിൻ്റെ പരിസരം വൃത്തിയാക്കാൻ ഞങ്ങൾ ഒരാളിനെ വിളിച്ചു, പക്ഷെ കിട്ടിയില്ല. പിന്നെ ഒട്ടും മടിച്ചില്ല. ഞങ്ങളെ പണിയായുധമൊക്കെ ആയിട്ട് അങ്ങ് പറമ്പിലേക്ക് ഇറങ്ങി. ഞങ്ങളുടെ സ്ഥലം ഒരു ഹില്ലി ഏരിയയാണ്. അവിടെ പലതരം വൃക്ഷങ്ങളും പലതരം ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഞങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഒഴിച്ച് ബാക്കി സ്ഥലങ്ങളൊക്കെയാണ് ഫ്രൂട്ട്സ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഫ്രണ്ട് ഭാഗത്ത് ഞങ്ങൾക്ക് കുറച്ച് വെളിച്ചം ഇഷ്ടമാണ്. അതുകൊണ്ട് ഫ്രണ്ട് ഭാഗത്ത് മരങ്ങളൊന്നും ഞങ്ങൾ വയ്ക്കാറില്ല. ബാക്കിയൊക്കെ റബ്ബർ പ്ലാന്റേഷനാണ്. അപ്പം പലരും പറയും കരിയില ചുട്ട് കളയരുതെന്ന്. അത് വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ പറമ്പിൽ ഒരു സാധനങ്ങളും വെക്കാൻ പറ്റില്ല. അങ്ങനെ വെച്ച് കഴിയുമ്പം അതെല്ലാം പന്നി വന്ന് കുത്തിയെടുക്കും. അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തുള്ളവരൊക്കെ കൂടുതലും ചാക്കിലൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. ചാക്കിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൊമ്പിട്ട് ചാക്ക കുത്തി കഴിഞ്ഞാൽ അതിന് തന്നെ അത് ദോഷമായിട്ട് വരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാറ് ആണ് പതിവ്. പിന്നെ ഞങ്ങളെ കുറച്ച് സമയമായി ജോലിയൊക്കെ തുടങ്ങിയിട്ട് 10 മണിക്ക് ഞങ്ങൾക്കൊരു ബ്രേക്ക് എടുക്കാൻ സമയമായി. ആ ബ്രേക്ക് സമയത്ത് ഞങ്ങൾ ചാമ്പയ്ക്കയാണ് തിന്നാൻ ഉദ്ദേശിച്ച്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ചാമ്പയ്ക്ക പറമ്പിൽ നിന്ന് ചാമ്പയ്ക്ക പറിച്ചു കൊണ്ടുവന്നു. ഉപ്പും മുളകും ഒക്കെ ആയിട്ട് ഞങ്ങൾ അത് കഴിക്കാൻ തുടങ്ങിയാണ്. അതുപോലെ ഇവിടെ പാളാങ്കോടൻ പഴം, അതും പറമ്പിലുണ്ടായതാണ്. ഇവിടെ പറമ്പിങ്ങനെ കിടക്കുന്നത് കൊണ്ട് നമ്മളൊന്നും ആദ്യമൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. പിന്നെ വലിയ വളമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ ഇതൊക്കെ തനിയെ ഉണ്ടാകും. പഴുത്ത് കഴിയുമ്പോഴായിരിക്കും നമ്മളത് കാണുന്നത് തന്നെ. അപ്പോൾ അതൊക്കെ കഴിക്കാൻ ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ എന്തുകൊണ്ടാണ് ഈ കുട്ടികളെ ഇങ്ങനെയൊക്കെ ശീലിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചാമ്പയ്ക്ക എന്താണ്, കാച്ചിലെന്താണ്, ഞാൻ ശരിയായിട്ട് തന്നെയാണ് പറയുന്നത്. ഇവരെ കുറച്ച് കഴിയുമ്പോൾ ചാമ്പയ്ക്കായെ, മാങ്ങായെ, കാച്ചിൽ, ചേന, ചേമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇപ്പം ഒരുവിധം കുട്ടികൾക്കറിയത്തില്ല. മോനെ ഇത് കാച്ചിലാണെന്ന് പറഞ്ഞാൽ അമ്മ ഇതെങ്ങനെ ഇരിക്കും, പണ്ട് പുസ്തകത്തിൽ നമ്മൾ പിന്നെ പഠിച്ച ഒരു കഥ ഞാനിപ്പോൾ ഓർക്കുകയാണ്. എന്തോ ഞറുങ്ങണ വിറുങ്ങണയായിട്ട് വളരുന്ന ഒരു തരം കായല്ലേന്ന്. അപ്പോൾ അതുപോലെ ആകരുത്. അതെനിക്കൊരു നിർബന്ധമുള്ള കാര്യമാണ്. എൻ്റെ കുട്ടികളെ എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കും. കൂടുതലും ഞാൻ മനസ്സിലാക്കി കൊടുക്കുന്നത് ചിട്ടകളോടെ നല്ല കുട്ടികളായിട്ട് സമൂഹത്തിൽ വളർന്നു വരണമെന്നും മറ്റുള്ളവരെ ഉപദ്രവിക്കരുതെന്നും മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപദ്രവിക്കാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ സമൂഹത്തിലോട്ട് ഇറങ്ങുമ്പോൾ നല്ല കുട്ടികളായിട്ട് മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് തീരണം. ഇതൊക്കെ ഞാനൊരു കഥ പോലെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താണ്. ഇങ്ങനെയൊക്കെ പണി ചെയ്യുന്ന കൂട്ടത്തിലും ഞാൻ കഥകൾ പറഞ്ഞ് കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള കഥകളിൽ കൂടെ അത് നമ്മൾ ചിലപ്പോൾ അവർ ശ്രദ്ധിക്കുന്നില്ലായിരിക്കും. പക്ഷേ ഒരു സമയത്ത് എത്തിക്കഴിയുമ്പോൾ അവർ തന്നെ പറയും, അമ്മമ്മ പറഞ്ഞ കഥകളൊക്കെ ഞങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു. അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് അവരുടെ ഓർമ്മയിൽ, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഭയങ്കര ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പം ഈ ജോലി ചെയ്യിക്കുന്നതിൻ്റെ കാരണം പോലും ഇവരെ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ഇപ്പോൾ തുടങ്ങിയാൽ അവർ കുറച്ച് കഴിയുമ്പോഴും ഇതൊക്കെ തന്നെ ചെയ്യും. അത് ഞാൻ എപ്പോൾ ഇവരെ എൻ്റെ കയ്യിൽ കിട്ടിയാലും, പക്ഷേ ഒരു നല്ല ശ്രദ്ധയോടുകൂടിയാണ് അവർ കരിയിലയൊക്കെ കിടക്കുന്നെങ്കിലും അതൊക്കെ ഞാൻ ഇതിൻ്റെ അടിയിലൊക്കെ ഓരോ സാധനങ്ങളൊക്കെ ഇരിക്കും. അതൊക്കെ എനിക്ക് നല്ലതായിട്ട് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡും ഞാനും ഇവർ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇവരെ എപ്പോഴും ഒരു ശ്രദ്ധയുണ്ട്. പിന്നെ നമ്മളെ എല്ലാം പറയുമല്ലോ, ഒരു അപകടമൊക്കെ വരാൻ നമ്മൾ എത്ര ശ്രദ്ധിച്ചിരുന്നാലും അതൊക്കെ വരേണ്ട സമയത്ത് വരും. അതൊക്കെ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നീട് വരുന്നതൊക്കെ അത് നമ്മുടെ വിധി. അതുപോലെ ഞങ്ങളുടെ ഉച്ച സമയത്തെ ലഞ്ച് അത് ഞാൻ പറമ്പിൽ തന്നെയാണ് കഴിക്കുന്നത്. അവരുടെ ആ ഒരു സന്തോഷമാണ് ഞാനിപ്പോൾ ഇവിടെ ആഗ്രഹിക്കുന്നത്. അപ്പം ആ കഴിക്കുന്ന കൂട്ടത്തിൽ മീനുണ്ട്. ഞാൻ ഒരു പച്ചമുളക് വരെയും ഞാൻ അനന്തനെ കൊണ്ട് പറയിപ്പിച്ചു. ആ പച്ചമുളക് അവൻ എരിവധികം കൂട്ടത്തില്ല. എന്നാൽ പോലും അത് എന്താണെന്ന് മനസ്സിലാക്കാനും അമ്മമ്മയൊക്കെ പണ്ടിങ്ങനെ ആയിരുന്നു എന്ന് അവനെ മനസ്സിലാക്കി കൊടുക്കാനൊക്കെയാണ് ഞാനിത് ചെയ്തത്. അപ്പം
ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരുടെ ഓർമ്മയിൽ അവർ വളർന്നു വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു എന്നൊക്കെ അവർ മനസ്സിലാക്കാൻ കൂടിയുള്ള ഒരു ജോലിയാണ്. അപ്പോൾ ഞങ്ങളുടെ ഏകദേശം ഈ പറമ്പ് വൃത്തിയാക്കിയും കൂടെ കഴിഞ്ഞു. ഞങ്ങൾ ഉച്ച സമയത്ത് ലഞ്ചിന് ഏകദേശം പറമ്പ് വൃത്തിയായി. കുട്ടികൾ മാതാപിതാക്കൾ അടുത്തില്ലാത്തതിൻ്റെ വിഷമം അറിയാതെയാണ് ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത്. ഇവർക്ക് വെക്കേഷൻ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. ആ വെക്കേഷൻ ക്ലാസ്സുകളിൽ വിടാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഒന്നാമത് കുഞ്ഞു കുട്ടികൾ അവരിപ്പോൾ എൻജോയ് ചെയ്ത് സന്തോഷമായിട്ട് കഴിയേണ്ട ഒരു സമയമാണ്. ഞാൻ ജോലിയുള്ള മാതാപിതാക്കളെ ഈ കൂട്ടത്തിൽ ഞാൻ പെടുത്തുന്നില്ല. കാരണം ഇപ്പോഴുള്ള കുട്ടികൾ ആരും സുരക്ഷിതരല്ല എന്നാണ് നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജോലിയുള്ള മാതാപിതാക്കൾ രാവിലെ പോകുമ്പോൾ കുട്ടികൾ ഒറ്റയ്ക്കൊക്കെ വീടുകളിലൊക്കെ ഇരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്തുകൊണ്ടും സ്കൂൾ തന്നെയായിരിക്കും ഏറ്റവും സുരക്ഷിതമായ സ്ഥലം. അവരെ ഞാൻ ഈ കൂട്ടത്തിൽ പെടുത്തുന്നില്ല. പക്ഷേ കുട്ടികൾ മാനസികമായിട്ട് അവർ ഒരു വർഷത്തെ വെക്കേഷൻ 2 മാസത്തെ വെക്കേഷൻ സമയം എപ്പോഴും ഇങ്ങനെ കളികളും ചിരികളും സന്തോഷവും ഉല്ലാസങ്ങളും ഒക്കെ ആയിട്ട് തന്നെ വളർന്നു വരുന്നത് തന്നെയാണ്. എപ്പോഴും ഇങ്ങനെ പിടിച്ചു കെട്ടിയ ഒരു ജീവിതത്തിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകരുത്. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഫ്രൂട്ട്സാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അകത്ത് മാങ്കൂസ്തി, അവക്കാഡോ വരെ ഞാൻ വെച്ച് വളർത്തിയിട്ടുണ്ട്. ലെമ്പുത്താനുണ്ട്, എനിക്ക് മുള്ളാത്ത അതിന് വേറെന്തോ ഒരു പേരുണ്ട്. അങ്ങനെ ഒരുപാട് തരം ഫ്രൂട്ട്സുകൾ ഞാനിതിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അവരെല്ലാം മനസ്സിലാക്കി തന്നെ വളരട്ടെ. അതുകൊണ്ട് അവരോട് ഈ കഥകളൊക്കെ ഞാൻ പറയും. കഥ കളിയായും ചിരിയായും തമാശായും ഒക്കെ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ അവർ ഇതൊക്കെ ശ്രദ്ധിക്കുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇണക്കങ്ങളും പിണക്കങ്ങളും ദേഷ്യവും വഴക്കും ഒക്കെ ഉണ്ട്. അത് സ്വാഭാവികമാണല്ലോ. ചേട്ടനും അനിയനും ആകുമ്പോൾ പിണക്കങ്ങളും വഴക്കും ഒക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയെല്ലാം ഇന്നത്തെ പണി ഞങ്ങളുടെ ഏകദേശം പൂർത്തിയായി. ഞാൻ ചാക്കുകൾ കുറേ നിറച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ ഇഞ്ചി നടാനും കാച്ചിൽ നടാനും, കാച്ചിലൊക്കെ ഞാൻ മരത്തിൻ്റെ ചുവട്ടിലാണ് പിന്നെ ചാക്കുകളൊക്കെ നിറച്ച് വെച്ചിരിക്കുന്നത്. ഇത്രയും വലിപ്പത്തിൽ ചാക്കുകൾ നിറച്ചതിൻ്റെ കാരണം കൂടി പറയാം. കുറച്ച് താഴെയാകുമ്പോൾ പന്നി എന്നും വൈകിട്ട് വരും. അപ്പം താഴോട്ട് നിൽക്കുമ്പോൾ അത് കുത്തിയെടുക്കും. മേളിലോട്ട് കുറേ ഭാഗം അങ്ങനെ പോകുമ്പോൾ നമുക്ക് കാച്ചിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ഈ കരിയിലയൊക്കെ ആകുമ്പോൾ അതിന് ഇറങ്ങിപ്പോകാനും സൗകര്യമുണ്ട്. നമുക്ക് പന്നി കുത്താതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പല പ്രാവശ്യമായിട്ട് പല വർഷങ്ങളിൽ ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ ചെയ്ത് ആണ് ഇതെല്ലാം ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പണിയെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഓമയ്ക്കാപ്പഴം ഓമയിൽ നിന്ന് കിട്ടി. അതൊക്കെ ഞാൻ പറിച്ചെടുക്കുന്ന ഒരു ഭാഗം കൂടാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ഇവിടെ ഏകദേശം എല്ലാ പഴവർഗ്ഗങ്ങളും നമ്മൾ വെച്ച് പിടിപ്പിക്കാതെ തന്നെയുള്ള പഴങ്ങളുമുണ്ട്. ഞാവൽപ്പഴമുണ്ട്, മാങ്കുസ്തി, അങ്ങനെ പലതരം മാങ്ങകളെ. അതൊന്നും നമ്മൾ പറമ്പിൽ വെച്ച് പിടിപ്പിച്ചതല്ല, തനിയെ ഒക്കെ വളർന്നു വരുന്നതാണ്. പല വെറൈറ്റി മാമ്പഴമുണ്ട്, പല വെറൈറ്റി ജാക്ക് ഫ്രൂട്ടുണ്ട്. അങ്ങനെ ഒരുപാട് തരം കാര്യങ്ങൾ ഞങ്ങളുടെ പറമ്പിലുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് തമാശകളും കാര്യങ്ങളും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കേട്ടല്ലോ. ഇങ്ങനെ വേണം നമ്മൾ കുഞ്ഞു കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുവാൻ. നല്ല കാര്യങ്ങൾ അവരറിയരുത് നമ്മൾ പറയുന്നത് നല്ല കാര്യങ്ങളാണെന്ന്. അവർ പക്ഷെങ്കിൽ ചിന്തിക്കുമ്പോൾ അത് നല്ലതായിട്ട് തന്നെ വരും. തമാശയിൽ കൂടി നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ അവരത് ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യും. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അനന്തനമൊക്കെ അതിൻ്റെ ശേഷം പൂളിൽ വെള്ളത്തിൽ കളിക്കുന്ന ഒരു ഭാഗം കൂടാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. അടിച്ചു പൊളിക്കാനുള്ള പൈസയും ഇന്ന് ഞങ്ങൾക്ക് കൈ നിറച്ച് കിട്ടി. ഇതുകൊണ്ട് ഇനി ഞങ്ങൾ പുറത്തോട്ടൊന്ന് പോകുന്നുണ്ട്.